എല്ലാ സിനിമകളിലും കരച്ചിലാകുന്ന പരാതിയുണ്ടോ? മാറി കിട്ടില്ല, നിങ്ങൾക്ക് മാറി കിട്ടില്ല. എനിക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് തോന്നിയിട്ടില്ല, നിങ്ങൾക്ക് മാറി കിട്ടില്ല. താങ്ക് യു. നല്ല സ്ക്രിപ്റ്റാണ്, ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ്. നന്നായി ചെയ്തിട്ട് ഫൺ ഫിലിം, ഫാമിലി ഫിലിം, സൂപ്പർ ഹീറോ ഫിലിം. നോട്ട് ഓൾ ഹീറോസ് ഹാവ് ടു ഫ്ലൈ എന്നുള്ള, നോട്ട് ഓൾ സൂപ്പർ ഹീറോസ് ഹാവ് ടു ഫ്ലൈ എന്നുള്ളൊരു ശക്തമായ സന്ദേശം നന്നായിരുന്നു. ഇതുവരെ കാണാത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ രസം ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ. സീറ്റിന്റെ എഡ്ജിൽ ഇങ്ങനെ നിന്ന് നമുക്ക് വി കാൻ സ്റ്റോപ്പ് വാച്ചിങ്. ഭയങ്കര എവരിബഡിന്റെ എഡ്ജിലിരിക്കും. പാസഞ്ചർ മൂവി പോലെയാണ്. വെരി നൈസ്. ഇത് കുട്ടികൾക്കാണോ അതോ രജിസ്ട്രേഷനാണ്? ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ് ജയ ഗണേഷ്. ആ പേര് പോലെ തന്നെ എല്ലാ പോസിറ്റീവ് എനർജി വൈബുള്ള ഒരു മൂവി തന്നെയാണ്. ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട എന്താ? ഓക്കെ, ടേക്ക് അവേ ആയിട്ട് തോന്നിയത് എന്താണ്? സിനിമ കണ്ടിട്ട് ടേക്ക് അവേ ആയിട്ട് തോന്നിയത് എന്താണ്? ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. പിന്നെ ഇതിൽ അഭിനയിച്ച ശ്രീകാന്ത് MLA പുള്ളിക്കാരൻ വെരി ഗുഡ്. ഡ്രാമയാണ്. പിന്നെ സ്വന്തം ആക്ടിങ് സാറ്റിസ്ഫാണ്. പിന്നെ നമ്മൾ ഒരു സൂപ്പർ പവർ അങ്ങനെ ഒരു കളിമരമുണ്ട്. ചില കുറച്ച് മിസ്സായിട്ടുണ്ട്, കുറച്ച് മിസ്സായിട്ടുണ്ട്. പക്ഷേ പരമാവധി സൂപ്പർ ഹീറോ കിട്ടി. പ്രൊമോഷൻ പറയുന്നത് പക്ഷേ ഏകദേശത്തിൻ്റെ പരസ്പരം അത് എന്തുണ്ട്, പക്ഷേ അത് പെർഫെക്റ്റ് ആയിരുന്നു. അല്ല, മഹിമയുടെ റോൾ ഫാമിലീസ് പോയി കാണണമെന്നേ പറയും. ചേട്ടൻ ചെയ്തതിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഐ തിങ്ക് എവരി വൺ ഷുഡ് ഗോ വാച്ച് ഇറ്റ്. ചേട്ടൻ്റെ കുറേ കാലമായിട്ടുള്ള വരുന്നൊരു സിനിമ ആയതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അടിപൊളിയായിരുന്നു. ഞാൻ ഡോക്ടറിലൂടെ നേരത്തെ വർഷത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായി. അതനുസരിച്ചിട്ട് അതിന് മുമ്പ് സ്പിരിറ്റും ഉണ്ടായി. അപ്പം പ്രശ്നമുള്ള കുട്ടി മാത്രം ആയി മാറുന്നു. പ്രശ്നമില്ല, പക്ഷേ ഡോക്ടറിനോട് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വലിയ സന്തോഷമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിലും ഇപ്പോഴത്തെ സൈബർ സെൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണെങ്കിലും അതിൻ്റെ ഇടയിൽ വരാവുന്ന കാര്യങ്ങൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ നാച്ചുറലി വരാവുന്ന എല്ലാം ഉണ്ട്. ഈഗോ പ്രോബ്ലംസും അത് കൊണ്ടുവരാവുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്ന പോലെ. മഹിമയുടെ ക്യൂട്ട്നെസ് എങ്ങനെയുണ്ട്? മഹിമയുടെ ക്യൂട്ട്നെസ്, ഷീ ഈസ് ഓൾവേസ് ക്യൂട്ട് ബൈ ദ വേ. മഹിമ നന്നായി ചെയ്തിട്ടുണ്ട്. സോ പേഴ്സണലി ഭയങ്കര എൻഗേജിങ് ആണ്, ഡിഫറെൻ്റ് ആണ്, ഇൻക്ലൂസീവ് ആണ്. ഒബ്വിയസ്ലി സെക്കൻഡ് പാർട്ട്. ആൻഡ് ഓൾസോ ഐ തിങ്ക് ഈ വെക്കേഷനൊക്കെ കുട്ടികൾക്കൊക്കെ, പ്രത്യേകിച്ച് അയാൻ എന്ന് പറയുന്ന ക്യാരക്ടർ, റിയാൻ എന്നാണ് അവൻ്റെ ശരിക്കുള്ള പേര്. റിയാൻ അതിൽ ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ലൈക്ക് ഒരു സൂപ്പർ ഹീറോ ആസ്പെക്റ്റിൽ നമ്മൾ പണ്ട് മറ്റേ ചെറിയ ഈ ബാലരമയിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവത്തിൽ വായിക്കുന്ന ആ ഒരു ഫീല് കുട്ടികൾക്കാണെങ്കിലും കൊടുക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ആ കുട്ടികൾക്കും കൂടെ പറ്റുന്ന രീതിയിൽ ഭയങ്കര എൻജോയബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന
അതിന് പണം കണ്ടു ഗംഭീര റെസ്പോൺസാണ് കടത്തിന് കിട്ടുന്നത്. അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ജയ് ഗണേശ് സിനിമ ഗംഭീര സിനിമയാണ്. അതികഠിനമായ ജീവിതത്തിൻ്റെ ഒരു രക്തസാക്ഷ്യം എന്ന് തന്നെ പറയാം. ഒരു ജീവമരണ പോരാട്ടമാണ്. ഒരു കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള അവസാനം വരെയുള്ള ജീവമരണ പോരാട്ടമാണ്. ഐ.ടി ഫീൽഡിലെ എല്ലാവിധ സേവനമുള്ള സിനിമയാണ്. ഉണ്ണിയും മുതൽ ശക്തമായിട്ടുള്ള തിരിച്ചറിവാണ്. അതിമാനുഷിക ശക്തിയുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമയാണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട ഉണ്ണിമൂന്നിൻ്റെ ഒരു സിനിമ. സൂപ്പർ ഹീറോ ആണോ? സൂപ്പർ ഹീറോ മൂവിയാണോ? ആ, എങ്ങനെയുണ്ടായിരുന്നു ഉണ്ണിമൂന്നിൻ്റെ പെർഫോമൻസ്? എങ്ങനെയുണ്ടായിരുന്നു ഉണ്ണിമൂന്നിൻ്റെ? ഒരു രക്ഷയില്ല. അത് അതികഠിനമായിട്ടുള്ള ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. സീറ്റേജ് ത്രില്ലറാണ്. വനിതാ തിയേറ്ററിലേക്ക് വന്ന് അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ഉണ്ണിമൂന്ന്. അപ്പോൾ ഒരു റിയൽ ഒരു സ്റ്റോറിയാണ് കാണിക്കുന്നത്. ഒരു കുട്ടിയെ കിട്ടിയടിയുള്ള ഒരു കുറച്ച് ദിവസത്തെ യാത്രകളാണ്. പോലീസിൻ്റെയും ഓരോ ഹാക്കേഴ്സിൻ്റെ ജീവിത ചരിത്രമാണ് കാണിക്കുന്നത്. മഹിമ നമ്പ്യാരൊക്കെ മഹിമ നമ്പ്യാർ ആറാടി നിമിർത്തു തന്നെ പറയാം. ഒരു രക്ഷയില്ല. മരണമാസം തന്നെ പറയാം. 6 ഡേയ്സിന് ശേഷം അതിഗംഭീരമായിട്ടും മഹിമ നമ്പ്യാർ അഭിനയിച്ച് ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടാകും തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുന്നത്.